വെള്ളാപ്പള്ളി ആള് പുലിയാണ്. കടലാസ് പുലിയല്ലെന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ നാവ് പിഴച്ചാൽ പല പാർട്ടികൾക്കും അത് ഏണിയാകും. ഇക്കൊല്ലം ഏണിയായത് CPM-നാണ്, അല്ലെങ്കിൽ ഇടത് സംഘടനകൾക്കാണ്. CPM കണ്ടെത്തിയ 7 കാരണങ്ങളിൽ, അതായത് പരാജയത്തിൻ്റെ 7 കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ജാതി സംഘടനകൾ വർഗീയ ശക്തികൾക്ക് അടിമപ്പെട്ടു എന്നതാണ്. പോപ്പുലർ ഫ്രണ്ട്, SDPI, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വർഗീയ കക്ഷികളുടെ, വർഗീയ സംഘടനകളുടെ പുറകെ പോകുന്നതിൽ കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഇത്തവണയും അമാന്തമൊന്നും കാണിച്ചില്ല. അവരെ കൂട്ടുപിടിച്ചു, വോട്ട് നേടി. അതുപോലെ വെള്ളാപ്പള്ളിയുടെ കാര്യം. വെള്ളാപ്പള്ളി പുലിയാണ്, കടലാസ് പുലിയല്ലെന്ന് ആദ്യം പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. വെള്ളാപ്പള്ളി BJPക്ക് അനുകൂലമായ നിലപാടെടുത്തു. അത് SNDP യോഗത്തിലെ അംഗങ്ങൾക്കും ആ സമുദായത്തിലെ അംഗങ്ങൾക്കും BJPക്ക് വോട്ട് ചെയ്യാനുള്ള പ്രേരണ നൽകി എന്ന് പറയുന്നതിൽ തർക്കമില്ല. വെള്ളാപ്പള്ളിയുടെ ഭാര്യ BJP വേദി പങ്കിട്ടതും അല്ലെങ്കിൽ വേദിയിൽ പങ്കെടുത്തതും തുഷാർ വെള്ളാപ്പള്ളി BJPയുടെ ഘടകകക്ഷി നേതാവായിരിക്കുന്നതുമൊക്കെ നമുക്ക് വ്യക്തമാണ്. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇനി CPM കണ്ടെത്തിയ 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മാധ്യമങ്ങൾ CPM-നെതിരെ തിരിഞ്ഞു. CPM-നെതിരെ ഉള്ള പ്രചരണങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചു. മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിന് CPM നേതാക്കളും അതുപോലെ തന്നെ ഈ ഭരിക്കുന്ന ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കളും മന്ത്രിമാരുമൊക്കെ പരാജയപ്പെട്ടുവെന്ന് CPM വിലയിരുത്തുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന വിമർശനം. മുഖ്യമന്ത്രി ഏത് ശൈലിയാണ് മാറ്റേണ്ടതെന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്നത്. ഒപ്പം തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, ഭരണ തകർച്ചയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണമില്ലാത്ത തരത്തിൽ ഭരണം മുന്നോട്ട് പോകുന്നതാണ് പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. മറ്റൊന്ന്, ക്രിസ്ത്യൻ വോട്ടുകൾ തൃശ്ശൂരിൽ BJPക്ക് അനുകൂലമായി പോയി. അതിന് സുരേഷ് ഗോപിയുടെ ചില നാടകങ്ങളും ഗിമ്മിക്സുകളും ഒക്കെ കാരണമായിട്ടുണ്ടെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടമായത് തൃശ്ശൂരിൽ ഇടതുമുന്നണിക്ക് ശക്തമായ തിരിച്ചടി നൽകിയെന്ന് CPM വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേമ കാര്യങ്ങളിൽ, അത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് ഇടത് സർക്കാരിൻ്റെ മുഖമുദ്രയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ നീക്കമായിരുന്നു ക്ഷേമ പെൻഷൻ കൂട്ടിയതും അത് കൃത്യമായി വീടുകളിൽ കൊണ്ട് നൽകുന്നതുമായ സംവിധാനം. അത് മുടങ്ങിയത് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ലഭിക്കാത്തതൊക്കെ ആണെങ്കിലും ആ കാരണം ജനങ്ങളെ അറിയിക്കുന്നതിൽ CPM പരാജയപ്പെട്ടു. കേന്ദ്ര അവഗണന, കേരളത്തോട് കേന്ദ്രം പുലർത്തിയ അവഗണനയാണ് ഈ ജനകീയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് സർക്കാരിന് പിന്നാക്കം പോകേണ്ടി വന്നത് എന്ന കാര്യം ഗോവിന്ദൻ മാസ്റ്റർ കണ്ടെത്തി ഇപ്പോൾ പറയുമ്പോഴും അക്കാര്യങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയമായിരുന്നു. ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി സർക്കാർ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? നവകേരള സദസ്സ്. അതാണെങ്കിൽ രാജാക്കന്മാരും പ്രജകളും പോലെയായിരുന്നു. രാജാക്കന്മാരുടെ ധാർഷ്ട്യത്തോടെയാണ് ജനാധിപത്യത്തിൽ സർക്കാരിന് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ വേദികളിലെത്തിയത്. ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തതുപോലെ നിരവധി പരാതികൾക്ക് പരിഹാരം കണ്ടെത്തും, അല്ലെങ്കിൽ പരിഹാരമാകും ഈ നവകേരള സദസ്സ് എന്ന് സങ്കല്പിച്ച് അവിടെ പോയ ജനപ്രതിനിധികൾക്ക് പോലും മുഖ്യമന്ത്രിയുടെ ശകാരം കേൾക്കേണ്ടി വന്നു. ജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ചെങ്കിലും കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് അത് കൃത്യമായി കൈകാര്യം ചെയ്യപ്പെട്ടത് എന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാസർഗോഡ് കളക്ടർ അത് കൃത്യമായി താരതമ്യപ്പെടുത്തി, അല്ലെങ്കിൽ വേർതിരിച്ചു പരാതികളൊക്കെ, എന്നിട്ട് അത് അതാത് വകുപ്പുകൾക്ക് കൈമാറി നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കിയിട്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. നവകേരള സദസ്സിൻ്റെ കാര്യം ഇങ്ങനെ. മറ്റൊന്ന്, കേരളീയം എന്ന പരിപാടി. തലസ്ഥാനത്ത് നടത്തിയ കേരളീയം, കോടികൾ പൊട്ടിച്ച് നടത്തിയ സാംസ്കാരിക സായന്തനങ്ങൾ. ഒരാഴ്ച നീണ്ട പരിപാടിയിലൂടെ കേരളത്തിൻ്റെ ടൂറിസം മേഖല വികസിച്ച് അങ്ങ് വലിയ സംഭവമാകുമെന്നായിരുന്നു പ്രചരണം. എന്നാൽ നടന്നതോ പൈസ മുഴുവൻ പോയി എന്ന് മാത്രമല്ല, വളരെയധികം സാംസ്കാരിക ധൂർത്താണ് അവിടെ നടന്നതെന്ന് എല്ലാവരും വിമർശിച്ചു. ഈ കാഴ്ചകളൊക്കെ കണ്ട ജനങ്ങൾ സർക്കാരിനെതിരെ വോട്ട് ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് പറയാതിരിക്കാൻ വയ്യ. നവകേരള സദസ്സും കേരളീയവും പരാജയപ്പെട്ടു. തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ, ആവശ്യമായ ധനസഹായം നൽകാത്തതിനെതിരെ ഡൽഹിയിൽ കേരളം സംഘടിപ്പിച്ച പ്രതിഷേധമായിരുന്നു. അതിന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖരായ ആളുകളൊക്കെ പങ്കെടുത്തു. സമരം വളരെ വിജയമാണെന്ന് കൊട്ടിഘോഷിച്ചെങ്കിലും കേരളത്തിലെ സാധാരണക്കാരുടെ മനസ്സിൽ അത് വെറും ആർഭാടമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. അവർ അങ്ങനെ വിലയിരുത്തി. അതിന് മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വലുതാണ്. മാധ്യമങ്ങൾ CPM-നെ കരുവാക്കി, അല്ലെങ്കിൽ ഇടതുമുന്നണിയെ താറടിച്ച് കാണിക്കുന്നതിൽ ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല എന്നും CPM ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ, അല്ലെങ്കിൽ തൊട്ടടുത്ത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ കുറച്ചുകൂടി കാര്യക്ഷമമായി മാധ്യമങ്ങളെ സ്വാധീനിക്കാനും അതുപോലെ തന്നെ ജനഹൃദയങ്ങളെ സ്വാധീനിക്കാനും ഒക്കെ CPM 4 മേഖലാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നുണ്ട്.
അത് ലോക്കൽ കമ്മിറ്റി തരത്തിൽ, അതായത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരിക്കും ഇത് നടത്തുക. പ്രാദേശിക പങ്കാളിത്തത്തോടെ ആയിരിക്കും ഈ മേഖലാ സമ്മേളനം നടത്തുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അപ്പോൾ പ്രധാനമായും CPM കണ്ടെത്തിയത് വെള്ളാപ്പള്ളിയുടെ കാലുവാരൽ തന്നെയാണ്. വെള്ളാപ്പള്ളി അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. സമദൂരം എന്ന NSS നയമൊന്നുമല്ല വെള്ളാപ്പള്ളിക്ക് വെട്ടുന്ന മുറി രണ്ട് എന്ന തരത്തിലാണ്. ഞാൻ BJP എങ്കിൽ BJP, ഞാൻ കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ്, CPM എങ്കിൽ CPM. ആര് എന്ത് നൽകും എന്ന് കണ്ട് അവർക്കൊപ്പം നിൽക്കുന്ന ചാഞ്ഞും ചരിഞ്ഞും അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി. അദ്ദേഹം എന്തും പറയും, എന്തും ചെയ്യും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ സമുദായങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്യും. രാജാവിനെ പോലെ പ്രജകളും എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ പോകും. ഏറ്റവും ഒടുവിൽ അവർ അപകടത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും. ദുര്യോധനൻ്റെ പുറകെ പോയ മറ്റ് കൗരവന്മാരെ പോലെയാണ്. പാണ്ഡവ സദസ്സിലേക്ക് പോയ ദുര്യോധനൻ്റെ പുറകെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ പോയി ചെന്ന് എത്തിയതൊക്കെ അപകടങ്ങളിലും പ്രതിസന്ധികളിലുമാണ്. അതുപോലെയാണ് വെള്ളാപ്പള്ളിയുടെ പുറകെ പോകുന്ന സമുദായങ്ങളുടെ സ്ഥിതി എന്നും CPM വിലയിരുത്തുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വെള്ളാപ്പള്ളി എങ്ങോട്ട് തിരിഞ്ഞാലും സ്വന്തം കാര്യം നോക്കുന്നതിൽ അദ്ദേഹം അഗ്രഗണ്യനാണെന്നും പറയാതിരിക്കാൻ വയ്യ.